എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ല പൂ പോലെ സോഫ്റ്റായ ഹോൾസൊക്കെ വന്നിട്ടുള്ള പാലപ്പവും നല്ല പഞ്ഞി പോലുള്ള അപ്പത്തിൻ്റെയും റെസിപ്പിയാണ്. ഒരേ മാവിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ അപ്പവും പാലപ്പവും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി 2.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി. ഇനി അതിലോട്ട് 1 കപ്പ് വെള്ള അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കാം. മട്ട അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. വെള്ള അരി ആണെങ്കിൽ അപ്പത്തിന് നല്ലൊരു കളറും കിട്ടും. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങ ചേർത്തുണ്ടാക്കുമ്പോൾ അപ്പത്തിനൊരു നല്ല ടേസ്റ്റും കൂടിയുണ്ട്. ഇനി 1/2 കപ്പ് ചേർത്താലും അത്രയും മതിയാകും. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആകാനും ചെറിയൊരു മധുരത്തിനും വേണ്ടിയാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 4 മണിക്കൂറാണ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഓവർനൈറ്റ് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സിയുടെ ജാറിൽ തന്നെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അപ്പോൾ വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓവർനൈറ്റ് വെക്കുന്നവരൊക്കെ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ചേർത്താൽ മതി. അല്ലാന്നുണ്ട് പെട്ടെന്ന് ഫെർമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. രണ്ടാമത് വീണ്ടും 1 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ പൊടിയും വറുത്തെടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്. 2.5 കപ്പ് പൊടിക്കും ആ ചോറിനും തേങ്ങയ്ക്കും എല്ലാം കൂടി ഏകദേശം 2.5 കപ്പ് വെള്ളം തന്നെയാണ് വേണ്ടി വരുന്നത്. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ചേർത്താണ് മിക്സാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലൊന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് തവി വെച്ച് മിക്സാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളം ഒത്തിരി ചേർത്തങ്ങ് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ഇതാ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തൊന്ന് അരച്ചെടുക്കുവാണ്. ഒട്ടും വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. കൂടുതൽ വെള്ളം ചേർത്താൽ നമ്മുടെ അപ്പം ശരിക്കും കിട്ടത്തില്ല. അപ്പം ഞാനത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇതിലോട്ട് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വ്യത്യാസം വരും. ഒത്തിരി വെള്ളം ഒഴിച്ചത് അരച്ചെടുക്കരുത്. അപ്പോൾ അതാ രണ്ടാമതും ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. അതും കൂടി ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ തവി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പം ഞാൻ തവി വെച്ചിട്ടാണ് നല്ലപോലെ ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 4 മണിക്കൂറാണ് മാറ്റി വയ്ക്കുന്നത്. ഓവർനൈറ്റൊക്കെ വെക്കുന്നവർക്ക് അങ്ങനെ വെച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് തണുപ്പാണ്, എന്നാലും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. ആ ബബിൾസ് ഒന്നും കളയാതെ നല്ലപോലെ പതുക്കെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഒത്തിരി അങ്ങ് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആദ്യം അപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. ചൂടായ പാനിലോട്ട് ഞാനൊരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് പരത്തണ്ട. ഇനി അതിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഹോൾസ് വന്നതിന് ശേഷം വേണം ചെറുതായിട്ട് അടച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് അതിൽ അപ്പത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹോൾസുള്ള അപ്പം കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോൾസൊക്കെയുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പാലപ്പവും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പരന്ന പാലപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നടുഭാഗം അത്ര കട്ടിയായിട്ട് കിട്ടത്തില്ല. കുറച്ച് കുഴിയുള്ള പാലപ്പച്ചട്ടിയാണെങ്കിൽ കുറച്ച് നടുഭാഗത്ത് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ പാലപ്പത്തിലും പതിയെ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം വേണം അടച്ചു വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ലപോലെ മുരിഞ്ഞ് നമ്മുടെ പാലപ്പം കിട്ടിയിട്ടുണ്ട്. ഇത്രയും മുരിയണ്ട എന്നുള്ളവർക്ക് അതിന് മുമ്പായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാവർക്കും സൈഡൊന്നും മുരിഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പതിയെ ഒന്ന് മുരിയിപ്പിച്ചെടുക്കുന്നത്.
കണ്ടോ, നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പൂ പോലുള്ള പാലപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായിരിക്കും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുക. ഇതുപോലെ ചട്ടിയിലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. എല്ലാ സൈഡിലോട്ടും ഒന്ന് നിരക്കി കൊടുക്കുക. ഇനി ഇതും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് സൈഡ് മൊരിയിക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് വെന്തെന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലെടുക്കാം. ഇപ്പം ഞാനിനി ഇത് കുറച്ചും കൂടെ ഒന്ന് മൊരിയിപ്പിച്ച് നല്ല ഹോത് വന്നിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത പൂ പോലുള്ള പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിയുള്ള ചട്ടിയാണെങ്കിൽ നടുഭാഗം കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ പരന്ന ചട്ടി എടുത്തുകൊണ്ടാണ് ഇതുപോലെ വന്നത്. അങ്ങനെ നമ്മുടെ മുഴുവൻ പാലപ്പവും അപ്പവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്